ഗൈസ് എല്ലാവർക്കും PCകളിലേക്ക് സ്വാഗതം. ഇവിടെ നമ്മൾ 10th പ്രിലിംസിന്റെ PYQs ആണ് ചെയ്തുകൊണ്ടിരുന്നത്. ഇതുവരെ നമ്മൾ 2021 മുതൽ 2025 വരെ നടന്ന എല്ലാ പരീക്ഷകളുടെയും ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്തു കഴിഞ്ഞു. അതിന്റെ പ്ലേലിസ്റ്റ് നമ്മുടെ ചാനലിൽ ലഭ്യമാണ്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് 2026 നടന്ന ഏറ്റവും പുതിയ 10th പ്രിലിംസിലെ ചോദ്യങ്ങളാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് ഗവൺമെന്റ് ഇന്ത്യയിൽ റൗലറ്റ് നിയമങ്ങൾ പാസാക്കിയതാണ്. എന്നാണ് റൗലറ്റ് നിയമങ്ങൾ പാസാക്കിയത്? 1919 റൗലറ്റ് നിയമങ്ങൾ പാസാക്കിയത്. ഗദ്ദർ പാർട്ടി നിലവിൽ വന്നത് 1913 ആരെല്ലാമാണ് ഗദ്ദർ പാർട്ടി രൂപീകരിച്ചത്? ലാലാ ഹർദയാലാണ്. ആനി ബസന്റിന്റെയും ബാലഗംഗാധര തിലകിന്റെയും നേതൃത്വത്തിൽ ഹോം റൂൾ പ്രസ്ഥാനം എന്നാണ് വന്നത്? 1916 CR ദാസും മോത്തിലാൽ നെഹ്റുവും ചേർന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് 1923 അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുമ്പോൾ ഏതാണ് ഉത്തരമായിട്ട് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. ആദ്യം വരുന്നത് ഗദ്ദാർ പാർട്ടിയാണ്, അതിനുശേഷം ഹോം റൂൾ ആണ്, എന്നിട്ട് റൗലറ്റ് നിയമങ്ങൾ, ഏറ്റവും അവസാനമാണ് സ്വരാജ് പാർട്ടി. ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ ജോഡികൾ കണ്ടെത്തുക. ഗദ്ദാർ പാർട്ടി, ലാലാ ഹർദയാൽ, അതിപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞല്ലേ. ഓൾ ഇന്ത്യ ഫോർവേഡ് ബ്ലോക്ക്, ആരാണ് ഫോർവേഡ് ബ്ലോക്ക് സ്ഥാപിച്ചത്? സുഭാഷ് ചന്ദ്രബോസ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ബി ഇവിടെ തെറ്റാണ്. യുഗാന്തർ പാർട്ടി അരവിന്ദ ഘോഷിൻ്റെതാണ്. ആസാദ് ഹിന്ദ് ഫൗജ് സുഭാഷ് ചന്ദ്രബോസ് ആണ്, അത് ശരിയാണ്. എയും ശരിയാണ്. ഇവിടെ എയും ഡിയുമാണ് ശരിയായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ശരിയായ 2 പ്രസ്താവനകൾ അടങ്ങുന്ന ഓപ്ഷനുകൾ ഏതാണ്? നാഷണൽ ഹെറാൾഡ് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. നാഷണൽ ഹെറാൾഡ് എന്നത് ജവഹർലാൽ നെഹ്റുവിന്റെ പത്രമാണ്. നവജീവൻ ഗോപാലകൃഷ്ണ ഗോഖലെയുടേതല്ല, ഗാന്ധിജിയുടെ പത്രമാണ്. ആരുടെ പത്രമാണ്? ഗാന്ധിജിയുടെ പത്രമാണ്. അതുകൊണ്ട് തന്നെ ഈ ഓപ്ഷൻ ഇവിടെ തെറ്റാണ്. ആനി ബസന്റിന്റെ പത്രമാണ് ന്യൂ ഇന്ത്യ, അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സമ്പാദ് കൗമുദി ആരുടേതാണ്? സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയുടേതാണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ ഡിയും ഇവിടെ തെറ്റാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എപ്പോൾ ഏതാണ്? എയും സിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ കണ്ടെത്തുക. മക്കയിൽ ജനിച്ച സ്വാതന്ത്ര്യ സമര സേനാനിയാണ് മൗലാന അബ്ദുൽ കലാം ആസാദ്. അൽ അമൽ മൗലാന അബ്ദുൽ കലാം ആസാദിന്റെ പത്രമാണ്. മരണാനന്തര ബഹുമതിയായി 1990 രാജ്യം ഭാരതരത്ന നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ത്യ വിൻസ് ഫ്രീഡം അദ്ദേഹത്തിന്റെ കൃതിയാണ്. ഇവിടെ എയും ഡിയും ശരിയാണ്. അൽ അമൽ അല്ല, അൽ ഹിലാൽ ആണ് അബ്ദുൽ കലാം ആസാദിന്റെ പത്രം. അദ്ദേഹത്തിന് ഭാരതരത്ന ലഭിച്ചത് 1992 അതുകൊണ്ട് തന്നെ ഇവിടെ ബിയും സിയുമാണ് തെറ്റായിട്ടുള്ള പ്രസ്താവനകൾ. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കാണിച്ച സംഭവങ്ങളെ കാലഗണന അനുസരിച്ച് ക്രമീകരിക്കുക. ഓൾ ഇന്ത്യ കിസാൻ സഭയുടെ രൂപീകരണം 1936 സുഭാഷ് ചന്ദ്രബോസ് ഇന്ത്യൻ നാഷണൽ ആർമിയുടെ നേതൃത്വം ഏറ്റെടുത്തത് 1943 റോയൽ ഇന്ത്യൻ നേവിയിൽ നാവികർ ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ നാവിക കലാപം നയിച്ചത് 1946 ഗാന്ധിജി ബ്രിട്ടീഷുകാർക്കെതിരെ സിവിൽ നിയമലംഘന പ്രസ്ഥാനം ആരംഭിച്ചത് 1930 അപ്പോൾ ഇവിടെ ആദ്യം വരുന്നത് ഏതായിരിക്കും? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആദ്യം വരുന്ന ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ, ഏറ്റവും അവസാനത്തെ ഓപ്ഷനാണത്. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കർ ആരാണ്? ഇപ്പോൾ ലോക്സഭ ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ആരുമില്ല. അതുകൊണ്ട് തന്നെ ഇവരാരുമല്ല എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. രാജ്യസഭയുടെ ഡെപ്യൂട്ടി ചെയർമാൻ ഹരിവംശ് നാരായൺ സിംഗ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, സ്വതന്ത്ര ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഏതെല്ലാമാണ്? സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ നേരിട്ട പ്രധാന വെല്ലുവിളികൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തൽ, സ്വതന്ത്ര വിദേശ നയങ്ങളുടെ രൂപീകരണം, നാട്ടുരാജ്യങ്ങളുടെ സംയോജനം എന്നിവയാണ്. ഇതിൽ സി ഇല്ലാത്ത ഓപ്ഷനാണ് നമുക്ക് വേണ്ടത്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. 9ാം പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ താഴെ പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക. ഇത് SCERTയിൽ കൊടുത്തിരിക്കുന്നതാണ്. ആധുനികവൽക്കരണവും തൊഴിലവസരങ്ങളുടെ വർധനവും ഏത് പഞ്ചവത്സര പദ്ധതിയാണ്?
7ാം പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത്. മാനവശേഷി വികസനം 8ാം പഞ്ചവത്സര പദ്ധതിയാണ്. മൂലധന നിക്ഷേപം വർദ്ധിപ്പിക്കുക എന്ന് പറയുന്നത് 10ാം പഞ്ചവത്സര പദ്ധതിയാണ്. ഇവിടെ നമ്മോട് ചോദിച്ചിരിക്കുന്നത് ഗ്രാമീണ വികസനവും വികേന്ദ്രീകൃത ആസൂത്രണവുമാണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ളത്. അടുത്തത്, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നിന്നും ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. ദുർഗാപൂർ ഇരുമ്പുരുക്ക് വ്യവസായം പശ്ചിമ ബംഗാളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബൊക്കാറോ ഇരുമ്പുരുക്ക് വ്യവസായം ഉത്തരാഖണ്ഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബ്രിട്ടന്റെ സഹായത്തോടെയാണ് ഭിലായ് ഇരുമ്പുരുക്ക് വ്യവസായം സ്ഥാപിച്ചത്. റൂർക്കേല ഇരുമ്പുരുക്ക് വ്യവസായം ജർമ്മനിയുടെ സഹായത്തോടെ ഒഡീഷയിൽ സ്ഥാപിച്ചു. ഇവിടെ ശരിയായിട്ടുള്ളത് ഡിയും എയുമാണ്. ദുർഗാപൂര് പശ്ചിമ ബംഗാളിലാണ്. റൂർക്കേല ജർമ്മനിയുടെ സഹായത്തോടെയാണ്. പ്രധാനപ്പെട്ട 4 ഇരുമ്പുരുക്ക് വ്യവസായശാലകളെക്കുറിച്ചാണ് നമ്മൾ പഠിക്കാറുള്ളത്. ഭിലായ്, റൂർക്കേല, ദുർഗാപൂര്, ബൊക്കാറോ. അതിൽ ഭിലായ് ഛത്തീസ്ഗഡിലാണ്. 1959 റഷ്യയുടെ സഹായത്തോടെയാണ് ഭിലായ് നിർമ്മിച്ചത്. അടുത്തത് റൂർക്കേല, അത് ഒഡീഷയിലാണ്. 1959 ജർമ്മനിയുടെ സഹായത്തോടെയാണ് റൂർക്കേല സ്ഥാപിച്ചത്. ദുർഗാപൂര് യുകെയുടെ സഹായത്തോടെ 1962 പശ്ചിമ ബംഗാളിലാണ്. ബൊക്കാറോ ജാർഖണ്ഡിലാണ്. 1964 ഇത് സഹായിച്ചത് റഷ്യയാണ്. താഴെ തന്നിരിക്കുന്നതിൽ നിന്നും തെറ്റായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എയും ബിയും സിയും തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. ദേശീയ ബഹിരാകാശ ദിനം എന്നാണ്? ഓഗസ്റ്റ് 23 ഇന്ത്യയുടെ ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹമായ ആര്യഭട്ട 1975 ഏപ്രിൽ 19 വിക്ഷേപിച്ചത്. മംഗൾയാൻ 2013 ആദിത്യ L1 കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശരിയാണ്. താഴെ പറയുന്നവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവന കണ്ടെത്തുക. സിംല കരാർ ഇന്ത്യയും പാകിസ്ഥാനും യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. എന്നാൽ കാർഗിൽ വിജയദിനം ജൂലൈ 26 താഷ്കന്റ് കരാറിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ലാൽ ബഹദൂർ ശാസ്ത്രിയാണ്. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബംഗ്ലാദേശ് സ്വതന്ത്ര രാഷ്ട്രമായത് 1971 അതുകൊണ്ട് തന്നെ ഇവിടെ തെറ്റായിട്ടുള്ളത് ബിയും ഡിയുമാണ്. ശരിയായിട്ടുള്ള പ്രസ്താവനകൾ എയും സിയുമാണ്. 2025 ഇന്ത്യയുടെ അറ്റോർണി ജനറൽ ആരാണ്? ഇന്ത്യയുടെ അറ്റോർണി ജനറൽ? ആർ വെങ്കിട്ടരമണയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, 2025 ഇന്ത്യയുടെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണറായിട്ട് ചുമതലയേറ്റത് ആരാണ്? ഇപ്പോഴത്തെ മുഖ്യ തിരഞ്ഞെടുപ്പ് കമ്മീഷണർ ജ്ഞാനേഷ് കുമാർ ആണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന സമത്വ അവകാശം ഉറപ്പുവരുത്തുന്നതിന് 18ാം വകുപ്പ് പ്രകാരം നിർത്തലാക്കിയത് എന്താണ്? 18ാം വകുപ്പ് പ്രകാരം എന്താണ് നിർത്തലാക്കിയത്? ബഹുമതികളാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ പ്രഥമ സമ്മേളനത്തിൽ ലക്ഷ്യപ്രമേയം അവതരിപ്പിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ്. ഓപ്ഷൻ ബി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലിക അവകാശങ്ങൾ എവിടെ നിന്നാണ് കടമെടുത്തത്? USA നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയിലെ ഏത് വകുപ്പിലാണ് മൗലിക കടമകൾ? ഭാഗം 4A വരുന്നത്. അതുപോലെ തന്നെ 51A അധികാര വിഭജനം നടത്തിയിട്ടുള്ള യൂണിയൻ സംസ്ഥാന കൺകറന്റ് ലിസ്റ്റുകൾ ഭരണഘടനയുടെ ഏത് പട്ടികയിലാണ്? ലിസ്റ്റുകൾ വരുന്നത് 7ാം പട്ടികയിലാണ്. ഓപ്ഷൻ ഡി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരള നിയമസഭയുടെ സ്പീക്കർ ആരാണ്? ഇപ്പോഴത്തെ സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാമാണ്? ഇവിടെ 1ഉം 2ഉമാണ് ശരിയായിട്ടുള്ളത്. ഏഷ്യ ഭൂഖണ്ഡത്തിന്റെ തെക്ക് മധ്യഭാഗത്താണ് ഇന്ത്യ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുടെ വടക്കേ അറ്റത്തെ സംസ്ഥാനം ഹിമാചൽ പ്രദേശ് ആണ്. ഇന്ത്യയുടെ കിഴക്കേ അറ്റത്ത് ഏതാണ്? അരുണാചൽ പ്രദേശ് ആണ്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ 3 തെറ്റാണ്. ചുവടെ തന്നിരിക്കുന്ന നദികളിൽ അറബിക്കടലിൽ പതിക്കുന്നവ ഏതാണ്? സിന്ധു നദിയാണ് അറബിക്കടലിൽ പതിക്കുന്നത്. ബ്രഹ്മപുത്ര, ഗംഗ, മഹാനദി ഇവയെല്ലാം ബംഗാൾ ഉൾക്കടലിലാണ് പതിക്കുന്നത്. ഇന്ത്യയുടെ മാനക രേഖാംശം ഏതാണ്? 82.5 ഡിഗ്രി പൂർവ്വ രേഖാംശമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 1911 ഇന്ത്യയുടെ വ്യോമഗതാഗതം ആരംഭിച്ചത് എവിടെയാണ്? അലഹാബാദ് മുതൽ നൈനി വരെ എന്നതാണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം ഏതാണ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മണ്ണിനം എക്കൽ മണ്ണാണ്. ഇപ്പോഴത്തെ കേരള മുഖ്യമന്ത്രി VD സതീശൻ മത്സരിച്ച നിയമസഭാ മണ്ഡലം ഏതാണ്?
അദ്ദേഹം പറവൂർ മണ്ഡലത്തിൽ നിന്നാണ്. കേരളത്തിൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യ കുടുംബക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? ആരോഗ്യ വകുപ്പ് മന്ത്രി ശ്രീ കെ മുരളീധരനാണ്. മുഖ്യമന്ത്രി വി ഡി സതീശൻ തെരഞ്ഞെടുപ്പിൽ പ്രതിനിധീകരിച്ച മണ്ഡലം പറവൂരായിരുന്നു. താഴെ പറയുന്നവയിൽ ഇടുക്കി ജില്ലയിൽ ഉൾപ്പെടാത്ത വെള്ളച്ചാട്ടങ്ങൾ ഏതെല്ലാമാണ്? ചീയാപ്പാറ, തൊമ്മൻകുത്ത്, തൂവാനം, വളഞ്ചാനം, നായങ്കോട്, അഞ്ചുരുളി, വാളറ, ലക്കം, ചിന്നക്കനാൽ ഇവയെല്ലാം ഇടുക്കി ജില്ലയിലേതാണ്. ഒന്ന് മാത്രമാണ് ഇവിടെ ഉൾപ്പെടാത്തത്. തുഷാരഗിരി കോഴിക്കോടാണ്. മീൻവല്ലം പാലക്കാടാണ്. സീതാർകുണ്ടും പാലക്കാടാണ്. താഴെ പറയുന്നവയിൽ 100 കിലോമീറ്റർ കൂടുതൽ നീളമുള്ള നദികൾ ഏതെല്ലാമാണ്? ഇവിടെ ഭാരതപ്പുഴയും കടലുണ്ടിയും വളപട്ടണവും ചാലിയാറും എല്ലാം 100 കിലോമീറ്റർ കൂടുതലുള്ളതാണ്. ഇവിടെ എല്ലാം ശരിയാണ് എന്നതാണ് ഉത്തരമായിട്ട് വരുന്നത്. കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ള മലയാളികൾ ആരെല്ലാമാണ്? കേന്ദ്ര പ്രതിരോധ വകുപ്പ് മന്ത്രി സ്ഥാനം വഹിച്ചിട്ടുള്ളവർ AK ആന്റണിയും VK കൃഷ്ണമേനോനുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, നാടുകാണി ചുരം ഏതെല്ലാം പ്രദേശങ്ങളെ തമ്മിലാണ് ബന്ധിപ്പിക്കുന്നത്? നാടുകാണി ചുരം നിലമ്പൂരിനെയും ഗൂഡല്ലൂരിനെയുമാണ് ബന്ധിപ്പിക്കുന്നത്. ഓപ്ഷൻ B ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കീലേരി കുഞ്ഞിക്കണ്ണൻ സർക്കസുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, മതികെട്ടാൻ ചോലയെ 2003 ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചു. അത് ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ബ്ലാക്ക് ബുൾബുൾ പക്ഷിയെ സൈലന്റ് വാലിയിൽ കാണാം. അതും ശരിയാണ്. ട്രിഫേണിനെ ആനമുടിച്ചോലയിൽ കാണാം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. സൈലന്റ് വാലിയുടെ സംരക്ഷണം ഏറ്റെടുത്ത സംഘടനയാണ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത്. ഇവിടെ എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, അറ്റോമിക് എനർജി റെഗുലേറ്ററി ബോർഡിൻ്റെ ചെയർമാനായി പുതുതായി നിയമിക്കപ്പെട്ട മലയാളി ആരാണ്? ഓപ്ഷൻ C AK ബാലസുബ്രഹ്മണ്യനാണ്. പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ആദ്യ വിമാനത്താവളം ഏതാണ്? പൂർണ്ണമായിട്ടും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. കുടുംബശ്രീ പദ്ധതി ഔദ്യോഗികമായിട്ട് ആരംഭിച്ചത് എന്നാണ്? കുടുംബശ്രീ പദ്ധതി 1998 മെയ് 17-നാണ്. കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? കടൽ തീരത്തിൻ്റെ നീളം ഏറ്റവും കുറവുള്ളത് കൊല്ലം ജില്ലയിലാണ്. അടുത്തിടെ ഡോക്ടർ സൈറസ് പൂനാവാല 167.2 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ വിഖ്യാതമായ പെയിൻറ്റിംഗ് ഏതാണ്? ഓപ്ഷൻ C യശോദയും കൃഷ്ണനുമാണ് ശരിയായിട്ടുള്ള ഉത്തരം. വില്ലുവണ്ടി സമരം നയിച്ചത് ആരായിരുന്നു? വില്ലുവണ്ടി സമരം നയിച്ചത് അയ്യങ്കാളിയാണ്. ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് എന്നാണ്? ശ്രീരംഗപട്ടണം സന്ധി ഒപ്പുവെച്ചത് 1792 മാർച്ച് 18-നാണ്. തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ നടത്തിയത് ആരാണ്? തെക്കേ ഇന്ത്യയിലെ ആദ്യത്തെ കണ്ണാടി പ്രതിഷ്ഠ വൈകുണ്ഠസ്വാമികളാണ് നടത്തിയത്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായത് ഏതെല്ലാമാണ്? വൈക്കം സത്യാഗ്രഹവുമായിട്ട് ബന്ധപ്പെട്ട് K കേളപ്പൻ വൈക്കത്തു നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നടത്തി. നമുക്കറിയാം സവർണ ജാഥ നടത്തിയത് മന്നത്ത് പത്മനാഭനാണ്. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രസ്താവന ഇവിടെ തെറ്റാണ്. ഒന്നില്ലാത്ത ഓപ്ഷൻസ് ആയിരിക്കും നമുക്ക് വരുന്നത്. അടുത്ത ഓപ്ഷൻസ് നോക്കാം. ക്ഷേത്രപ്രവേശന വിളംബരത്തെ ആധുനിക കാലത്തെ മഹാത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ചു. അത് ശരിയാണ്. 1947-48 കാലഘട്ടത്തിലാണ് പാലിയം സത്യാഗ്രഹം. അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ചരിത്രപ്രസിദ്ധമായ കുണ്ടറ വിളംബരം പുറപ്പെടുവിച്ചത് വേലുത്തമ്പി ദളവയാണ്, മാർത്താണ്ഡവർമ്മയല്ല. അതുകൊണ്ട് തന്നെ 2ഉം 3ഉമാണ് ഇവിടെ ശരി. സാമ്പത്തിക ശാസ്ത്രത്തിൻ്റെ നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ഇന്ത്യക്കാരൻ ആരാണ്? ആദ്യത്തെ ഇന്ത്യക്കാരൻ അമർത്യ സെൻ ആണ്. ചേരുംപടി ചേർക്കുന്നതിനാണ് പ്രത്യക്ഷ രക്ഷാ ദൈവസഭ ആരുടേതാണ്? പൊയ്കയിൽ യോഹന്നാൻ്റേതാണ്. ആത്മവിദ്യാസംഘം വാഗ്ബടാനന്ദൻ്റേതാണ്. അരയ സമാജം KP കറുപ്പൻ്റേതാണ്. യോഗക്ഷേമ സഭ VT ഭട്ടതിരിപ്പാടിൻ്റേതാണ്. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ B ആണ്. 2025 എഴുത്തച്ഛൻ പുരസ്കാരം ലഭിച്ചത് ആർക്കാണ്? 2025 എഴുത്തച്ഛൻ പുരസ്കാരം KG ശങ്കരപിള്ളയ്ക്കാണ്. ഓപ്ഷൻ D ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ റവന്യൂ വകുപ്പ് മന്ത്രി AP അനിൽകുമാറാണ്. മഹാത്മാഗാന്ധി സർവകലാശാല ഈ അടുത്ത കാലത്ത് D.Lit ബിരുദം നൽകി ആദരിച്ച സിനിമാ താരമാരാണ്? ഓപ്ഷൻ C മമ്മൂട്ടി.
ലഹരിക്കെതിരെ പോരാടാനായി ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ നേതൃത്വത്തിൽ നടപ്പിലാക്കിയ നൂതന പരിപാടി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് പാർലമെന്റ് പാസാക്കിയ വർഷം ഏതാണ്? ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 ഒക്ടോബർ 17 പാസാക്കിയത്. അടുത്ത ക്വസ്റ്റ്യൻ, സന്തോഷ് ട്രോഫി ഏത് കായിക ഇനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? സന്തോഷ് ട്രോഫി ഫുട്ബോളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ആലപ്പുഴ ജില്ലയിലെ ഏക റിസർവ് വനം വിയ്യപുരമാണ്. ISROയുടെ പുതിയ ചെയർമാൻ ആരാണ്? ISROയുടെ പുതിയ ചെയർമാൻ ഡോക്ടർ വി നാരായണനാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ധമനിയുമായിട്ട് ബന്ധപ്പെട്ട തെറ്റായിട്ടുള്ള പ്രസ്താവന ഏതാണ്? ഇവിടെ ഓപ്ഷൻ ബി ആണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഹൃദയത്തിൽ നിന്നും രക്തം വഹിക്കുന്നതാണ് ധമനികൾ. ഇലാസ്തികതയുള്ളതും കട്ടി കൂടിയതുമായിട്ടുള്ള ഭിത്തിയായിരിക്കും. ഉയർന്ന വേഗതയിലും മർദ്ദത്തിലുമാണ് രക്തം ഒഴുകുന്നത്. ഏത് വിറ്റാമിൻ്റെ അഭാവമാണ് കുട്ടികളിൽ അസ്ഥികളിൽ ശുഷ്കമാക്കുന്ന റിക്കറ്റ്സ് എന്ന രോഗത്തിന് കാരണമാകുന്നത്? റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ എന്ന രോഗത്തിന് കാരണമാകുന്നത് വിറ്റാമിൻ ഡിയുടെ അഭാവമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നെല്ലിൻ്റെ സങ്കര ഇനം അല്ലാത്തത് ഗിരിജയാണ്. പവിത്ര, ഹ്രസ്വ, ജയ ഇവയെല്ലാം നെല്ലിൻ്റെ സങ്കര ഇനങ്ങളാണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം. പേപ്പാറ വന്യജീവി സങ്കേതം തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. DDT പോലുള്ള കീടനാശിനികൾ സൃഷ്ടിക്കുന്ന പാരിസ്ഥിതിക ആരോഗ്യ പ്രശ്നങ്ങൾ പ്രതിപാദിച്ച് 1962 റേച്ചൽ കാഴ്സൺ എന്ന അമേരിക്കൻ ഗവേഷക പ്രസിദ്ധീകരിച്ച പുസ്തകം ഏതാണ്? സൈലന്റ് സ്പ്രിംഗ് അല്ലെങ്കിൽ നിശബ്ദ വസന്തമാണ്. ഇന്ത്യയിൽ തിനകളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഓപ്ഷൻ സി ഡോക്ടർ ഖാദർ വാലിയാണ്. കൊക്കൈൻ ആസക്തി ചികിത്സിക്കുന്നതിനുള്ള വാക്സിൻ പുറത്തിറക്കിയ രാജ്യം ഏതാണ്? ഓപ്ഷൻ ഡി ബ്രസീലാണ്. ഒരു ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ കാണുന്ന കണങ്ങൾ ഏതെല്ലാമാണ്? ന്യൂക്ലിയസിൽ കാണുന്നത് പ്രോട്ടോണും ന്യൂട്രോണുമാണ്. പ്രകാശ വേഗത ഏറ്റവും കൂടുതലുള്ള മാധ്യമം ഏതാണ്? പ്രകാശം ഏറ്റവും കൂടുതൽ വേഗതയിൽ സഞ്ചരിക്കുന്നത് ശൂന്യതയിലായിരിക്കും. കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഇവിടെ ദൂരവും സമയവും മാസും എന്ത് തരം അളവുകളാണ്? അതിശ അളവുകളാണ്. എന്നാൽ സ്ഥാനാന്തരം ഒരു സദിശ അളവാണ്. അലുമിനിയത്തിൻ്റെ അയിര് ഏതാണ്? അലുമിനിയത്തിൻ്റെ അയിര് ബോക്സൈറ്റ് ആണ്. കലാമിൻ സിങ്കിൻ്റെ അയിരാണ്. ഹേമറ്റൈറ്റ് ഇരുമ്പിൻ്റെ അയിരാണ്. കുപ്രൈറ്റ് കോപ്പറിൻ്റെ അയിരാണ്. ഉയർന്ന കലോറിക മൂല്യമുള്ള ഇന്ധനം ഏതാണ്? ഏറ്റവും ഉയർന്ന കലോറിക മൂല്യം ഹൈഡ്രജൻ ആണ്. ഇന്ത്യയുടെ സൂര്യപഠന ദൗത്യം ഏതാണ്? ആദിത്യ L1 ആണ്. ഏതൊക്കെ ആഗോള ബഹിരാകാശ ഏജൻസികളുടെ സംയുക്ത ദൗത്യമാണ് നിസാർ? നിസാർ നാസയുടെയും ISROയും ചേർന്നിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ടുള്ള ഉത്തരം. ഡെങ്കിപ്പനി പരത്തുന്നത് താഴെ പറയുന്നവയിൽ ഏതാണ്? ഡെങ്കിപ്പനി പരത്തുന്നത് കൊതുകാണ്. ഡെങ്കിപ്പനി പരത്തുന്ന ഏത് കൊതുകാണെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. സിക്ക വൈറസ് പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് കൊതുകാണ്. മലേറിയ പരത്തുന്ന കൊതുക് ഏതാണ്? സിക്ക വൈറസ് പരത്തുന്നത് ഈഡിസ് ആണ്. മലേറിയ പരത്തുന്നത് അനോഫിലസ് കൊതുകാണ്. മന്ത് പരത്തുന്നത് ക്യൂലക്സ് കൊതുകാണ്. അമിതമായ മാനസിക സമ്മർദ്ദം കാരണം ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത രോഗം ഏതാണ്? ഇവിടെ ഓപ്ഷൻ ഡി ചിക്കൻ ബോക്സ് ആണ് ശരിയായിട്ടുള്ള ഉത്തരം. കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായി ബന്ധപ്പെട്ട ജീവിതശൈലി രോഗം ഏതാണ്? കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നതുമായിട്ട് ബന്ധപ്പെട്ടത് ഇവിടെ മുകളിൽ പറഞ്ഞതെല്ലാം ശരിയായിട്ടുള്ളതാണ്. ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു പ്രധാന ജീവിതശൈലി കാരണം എന്താണ്? ഉയർന്ന രക്തസമ്മർദ്ദത്തിന് കാരണമാകുന്ന ഒരു ജീവിതശൈലിയാണ് അമിതമായ ഉപ്പിൻ്റെ ഉപയോഗം. സർക്കാർ ആശുപത്രികളെ ജനസൗഹൃദമാക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ടുള്ള കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? ഇത് ആർദ്രം മിഷനാണ്. ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. അവയവദാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി കേരള സർക്കാരിൻ്റെ പദ്ധതി ഏതാണ്? മൃതസഞ്ജീവനിയാണ്. ഭിന്നശേഷിയുള്ള കുട്ടികൾക്കായി സർക്കാർ നടപ്പിലാക്കുന്ന സമഗ്ര പുനരധിവാസ പദ്ധതിയാണ് അനുയാത്ര. അടിസ്ഥാന ശുചിത്വ ശീലങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതാണ്? അമിതമായി ഉപ്പ് ഉപയോഗിക്കുക എന്നതാണ്. ഓപ്ഷൻ സി ആണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം.
2025 ഒക്ടോബറിൽ കേരളം പോളിയോ നിർമ്മാർജ്ജനത്തിനായി പൾസ് പോളിയോ പ്രതിരോധ കുത്തിവയ്പ് ഡ്രൈവ് സംഘടിപ്പിച്ചു. ഈ ഡ്രൈവിൽ 5 വയസ്സിന് താഴെയുള്ള എത്ര കുട്ടികളെയാണ് ലക്ഷ്യമിട്ടത്? 21 ലക്ഷം കുട്ടികളെയാണ്. 2025 ഒക്ടോബറിൽ മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ട എംപോക്സ് ക്ലേഡ് 1 സ്ട്രെയിനിന്റെ ആദ്യ കേസ് ഇന്ത്യയിൽ എവിടെ നിന്നുള്ള യാത്രക്കാരനാണ്? ഓപ്ഷൻ ബി UAE-യിൽ നിന്നുള്ളതാണ്. 2025 ഒക്ടോബറിൽ കേരളത്തിൽ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 1.5 മാസത്തിനിടെ 14 മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു. താഴെ പറയുന്നവയിൽ ഏത് അമീബയാണ് അമീബിക് മസ്തിഷ്ക ജ്വരമുണ്ടാക്കുന്നത്? നെഗ്ലേറിയ ഫൗളേറിയാണ്. ഓപ്ഷൻ സി ആണ് ശരിയായിട്ടുള്ള ഉത്തരം. 2025 ഒക്ടോബറിൽ കുട്ടികളുടെ ചുമ മരുന്നുകളുടെ ഉപയോഗം സംബന്ധിച്ച് പഠിക്കാൻ ഒരു വിദഗ്ധ സമിതിയെ കേരള സർക്കാർ നിയോഗിച്ചു. ഈ സമിതിയുടെ റിപ്പോർട്ട് പ്രകാരം താഴെ പറയുന്നവയിൽ ഏതു മരുന്നാണ് സംസ്ഥാനത്ത് നിരോധിച്ചത്? ഓപ്ഷൻ ബി റെസ്പിഫ്രഷ് TR മരുന്നാണ്. അടുത്തത് മാത്സിലെ ചോദ്യങ്ങളാണ്. ഉത്തരങ്ങൾ മാർക്ക് ചെയ്തു പോകാം. 81 ഓപ്ഷൻ ബി, 82 ഓപ്ഷൻ ഡി ആണ്, 83 ഓപ്ഷൻ സി ആണ്, 84 ഓപ്ഷൻ ബി ആണ്. 85-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 86 ഓപ്ഷൻ എ ആണ്. 87 ഓപ്ഷൻ ഡി ആണ്. 88 ഓപ്ഷൻ എ ആണ്. 89-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 90-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. 91 ഓപ്ഷൻ ബി ആണ്. 92-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. 93 ഓപ്ഷൻ ബി ആണ്. 94 ഓപ്ഷൻ സി ആണ്. 95 ഓപ്ഷൻ ഡി ആണ്. 96-ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 97 ഓപ്ഷൻ സി ആണ്. 98 ഓപ്ഷൻ ഡി ആണ്. 99 ഓപ്ഷൻ ബി ആണ്. 100 ഓപ്ഷൻ എ ആണ്. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞിരിക്കുകയാണ്. ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ ഗൈസ്.